വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് അവോധ ശാലിമ. താങ്ക് യു. ഓക്കെ, ശാലിമ സുഖമായിട്ടിരിക്കുന്നോ? ആ, ഓക്കെ. എവിടെയായിരുന്നു സ്ഥലം ശാലിമയുടെ? എന്റെ പേര് ട്രിവാൻഡ്രത്താണ്. ഓക്കെ, ഏത് കോഴ്സ് ആയിരുന്നു അവോധ ചെയ്തിരുന്നത്? ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു ചെയ്തിരുന്നത്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ് ഒക്കെ? ക്ലാസ് എല്ലാം നല്ല ക്ലാസ് ആയിരുന്നു. എല്ലാ ക്ലാസ്സും കാണാൻ പറ്റി. നല്ല ക്ലാസ്സും നമുക്ക് സംശയമൊക്കെ വരാത്ത രീതിയിലുള്ള മിക്കവാറും എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് അപ്പോൾ ഡൗട്ട് ക്ലിയറിംഗ് സെക്ഷനിലേക്ക് കയറേണ്ടി വന്നിട്ടില്ല അല്ലേ? ഇല്ല ഇല്ല. ഓക്കെ ഓക്കെ ശാലിമ, ഇപ്പൊ എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യുവാണോ? ഞാൻ ഇവിടെ യാന ഹോസ്പിറ്റലില് അഡ്മിനിസ്ട്രേഷന്റെ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോ ഞാൻ ഡിഫാം പഠിച്ചിട്ടുള്ളത് കൊണ്ട് അവിടുത്തെ പർച്ചേസിലാണ് ഇപ്പം ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അഡ്മിനിസ്ട്രേഷന്റെ ഇന്റർവ്യൂവിന് വന്നതാണ്. ഫാർമസി പഠിച്ചിട്ടുള്ളത് കൊണ്ട് അവിടുത്തെ പർച്ചേസിലാണ് ഇപ്പം ഇന്റേൺഷിപ്പ് ചെയ്യാണ്. ഓക്കെ, എങ്ങനെയുണ്ട് വർക്കിംഗ് ആംബിയൻസും കൊളീഗ്സും ഒക്കെ? എല്ലാം നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പഠിച്ച ഫീൽഡ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നന്നായിട്ട് ഒരുവിധം പൊയ്ക്കൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാം ഒരുവിധം ഓക്കെ. ഈ മാസം ആവുമ്പോ 1 month ആവും. ഓക്കെ ശാലിമ. ഓക്കെ, ശാലിമ മോക്ക് ഇന്റർവ്യൂ സെക്ഷനിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നോ? മോക്ക് ഇന്റർവ്യൂല് 1-2 പ്രാവശ്യം കയറിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് കേറിയിരുന്നു. പിന്നെ കോഴ്സ് കഴിഞ്ഞ ശേഷം ഞാൻ അധികം കയറി. ഞാനങ്ങനെ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ ശാലിമ, ഇപ്പൊ ഇതിന് ശേഷമാണെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് ജോബ് നോക്കാനായിട്ട് 5 years വരെ മോക്കിന്റെ ജാപ്പ് ഇന്റർവ്യൂല് അറ്റൻഡ് ചെയ്യാം. ജാപ്പ് കയറിയിട്ടുണ്ടായില്ലേ? ജാപ്പ് ഇന്റർവ്യൂ സെക്ഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇതിന് ശേഷമാണെങ്കിലും 5 years വരെ ജാപ്പ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ജോബിനാണെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ. എങ്ങനെയാണ് സാലറി പാക്കേജ് ഒക്കെ? 6 month വരെ ഞങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ആണ്. പിന്നെ സാലറിയുടെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്റേൺഷിപ്പ് ആയതുകൊണ്ട്. ഓക്കെ, എന്നാലും നമുക്ക് അഡ്മിനിസ്ട്രേഷനിൽ വന്നത് കൊണ്ട് ചിലപ്പം പർച്ചേസിന്റെ റേറ്റ് ഒന്നും ആയിരിക്കില്ല, അറിയത്തില്ല. 6 month കൊണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും പഠിക്കേണ്ടി വരും. പിന്നെ ഞാൻ ഡിഫാം പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇവിടെയാണ്. നമുക്ക് എല്ലാം ഒന്ന് പഠിക്കാണല്ലോ നമ്മൾ ഇന്റേൺഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലേ ശാലിമ? ഓക്കെ, എങ്ങനെയായിരുന്നു അവോധയെ കുറിച്ച് അറിഞ്ഞത്? ഞാൻ യൂട്യൂബില് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടതാണ്. അങ്ങനെ അപ്പം തന്നെ ഞാൻ നമ്പറിൽ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കിയതാണ്. ഓക്കെ ശാലിമ. ശാലിമയ്ക്ക് അറിയാം. പഠിച്ചു നിന്നിട്ടും കുറച്ച് ലാഗ് ആയിരുന്നു ഈ ജോലിക്ക് കയറുന്നത്. പക്ഷെ അവോധ കഴിഞ്ഞുടനെ തന്നെ പ്ലേസ്മെന്റ് വരെയും ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ കയറാൻ പറ്റി. അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്. ശാലിമയ്ക്ക് അറിയാലോ, നമ്മള് അവോധ എല്ലാ കോഴ്സുകളും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോ എന്തായിരുന്നു ആദ്യം തോന്നിയത്? ഇത് ശരിയാണോ എന്നൊരു തോന്നലുണ്ടായിരുന്നു? ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞപ്പോ ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ക്ലാസ് കയറി വന്ന സമയത്ത് പിന്നെ ഒരുവിധം ഓക്കെ ആയിരുന്നു. ഒരു 1 week ഒക്കെ എനിക്ക് കുറച്ച് ടെൻഷൻ ആയിരുന്നു. കറക്റ്റ് ക്ലാസ് എനിക്ക് ചെയ്യാൻ പറ്റുമോ, എക്സാം ഒക്കെ എങ്ങനെയായിരിക്കും. പക്ഷെ ഒരു ഫസ്റ്റത്തെ നമ്മളെ ക്വിസ് വരുന്ന സമയത്ത് വരെ അത് കഴിഞ്ഞപ്പോ എനിക്ക് ഒരുവിധം നല്ലതാണ് എന്ന് മനസ്സിലായി. അതിനു മുന്നേ തോന്നി. ക്വിസൊക്കെ കഴിഞ്ഞ് വന്ന സമയത്തും ഞാൻ എന്തായാലും ഞാൻ തിരഞ്ഞെടുത്ത നല്ലൊരു ഓപ്ഷൻ ആണെന്ന് പിന്നീട് മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇതിനു മുമ്പ് ഏത് കോഴ്സായിരുന്നു ചെയ്തിരുന്നത്? ഇതിന് മുന്നേ ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഡിഫാം പഠിച്ച് അത് കഴിഞ്ഞിട്ടാണ് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഡിഗ്രി ഏത് സബ്ജക്റ്റ് ആയിരുന്നു? ഞാൻ BSc മാത്സ് ആയിരുന്നു. BSc മാത്സ്. ഓക്കെ, അതിനുശേഷം ഈ ഒരു കോഴ്സ് ചൂസ് ചെയ്യാനുള്ള റീസൺ? പെട്ടെന്നൊരു ജോലി വേണം. ഓക്കെ ശാലിമ. മെഡിക്കൽ ഫീൽഡിലോട്ട് തന്നെയായിരുന്നു കൂടുതൽ നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ ശാലിമ, അതുപോലെ അവോധ ഒരു 40-ൽ പരം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിഫറെന്റ് ലാംഗ്വേജസിലായിട്ട്. അപ്പോൾ റിവ്യൂസ് കണ്ട് ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ അവരോടാണെങ്കിലും ഇപ്പോൾ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോടാണെങ്കിലും എന്താണ് ശാലിമയ്ക്ക് അവോധയെ കുറിച്ച് പറയാനുള്ളത്? എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മൾ അല്ലാതെ വെറുതെ വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവൂല. ശാലിമയുടെ വിലപ്പെട്ട സമയം അവോധയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു മാം. ഇനി അവോധയിൽ വേറൊരു കോഴ്സ് കൂടി ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു മന്ത് കഴിഞ്ഞിട്ട് ടൈമെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് മെഡിക്കൽ കോഡിങ്ങിനുണ്ട് പഠിക്കണമെന്നുണ്ട്.
അപ്പൊ അതും കൂടെ ഒന്ന് പഠിച്ച് പോണമെന്ന് ആയിട്ട്. നല്ലതാണ്, നല്ലതായിരിക്കും. ഓക്കെ ഓക്കെ ശാല.